ഹലോ. ഹലോ ഏട്ടാ, ഇന്ന് ഇത്തിരി നേരത്തെ വരാവോ? നമുക്കൊരു സിനിമയ്ക്ക് പോവാം. നാളെ കുട്ടികൾക്ക് അവധിയല്ലേ? ഇന്നൊരു സുഖമില്ലടോ, നല്ല തലവേദന. കുറച്ചു ദിവസമായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നേ. ഇന്ന് എന്തായാലും പോയേ പറ്റൂ. ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റില്ല, കുറച്ചധികം വർക്ക് പെൻഡിങ് ഉണ്ട്. നമുക്ക് വേറെ ദിവസം പോകാം. എന്നാ സാറേ ഒരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ലടോ, വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകാൻ ഒരു വിളി വന്നതാ. എന്നിട്ട് പോകുന്നില്ലേ? ഏയ് ഇന്നെന്തായാലും ഇല്ല, ചെറിയൊരു തലവേദന പോലെ, പിന്നെ കുറച്ച് വർക്ക് പെൻഡിങ്ങും ഉണ്ട്. ഹലോ. ഹലോ, പ്രദീപ് അല്ലേ? അതെ. ഇത് PBI ബാങ്കിൽ നിന്നാണ്. താങ്കളുടെ ഹൗസിംഗ് ലോണിന്റെ EMI ഇത്തവണ മുടങ്ങിയിരിക്കുകയാണല്ലോ. നാളെ തന്നെ ബാങ്കിലെത്തി കുടിശ്ശിക തീർക്കണം. ആ ശരി, ഞാൻ അടച്ചോളാം. ഇതന്നെയല്ലേ നിങ്ങൾ കഴിഞ്ഞ തവണയും പറഞ്ഞത്? ഞാൻ അടച്ചോളാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വെച്ചേ, ഒരുപാട് ടെൻഷൻ ഉണ്ട്. എന്നാ സാറേ ഇന്ന് നേരത്തെ? ഓ, നല്ല തലവേദനയാടോ. ഒരു ഡോക്ടറെ പോയി കണ്ടൂടെ? ഓ, ഈ തലവേദന എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. എന്നാ ശരി, പിന്നെ കാണാം. ഹലോ അച്ഛാ. മോനെ, ഈ ആഴ്ച അമ്മയുടെ ചെക്കപ്പ് പറഞ്ഞിരിക്കുന്നേ. നിനക്ക് സമയമുണ്ടേ ഒന്ന് വരാൻ പറ്റുമോ? അതിനെന്താ അച്ഛാ, അത് കുഴപ്പമില്ല. ഞാൻ ലീവ് എടുത്തിട്ടാണല്ലോ അങ്ങ് എത്തിക്കോളാം. ശരി മോനെ, ആട്ടെ. ഓക്കെ, ശരി അച്ഛാ. ശരി ശരി. സാറ് വന്നോ? എന്താ സാറേ ലേറ്റ് ആയത്? ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി. നല്ല തലവേദന. നന്നായി. എന്നിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞു? തലവേദനയല്ലേ, അവര് MRIയും ബ്ലഡ് ടെസ്റ്റും ഒക്കെ പറഞ്ഞു. എന്നിട്ട്? അത് വിട്, അതൊക്കെ ചെയ്യാൻ പോയാലേ ഈ മാസത്തെ ബജറ്റ് മൊത്തം കുളമാവും. എന്ന് പറഞ്ഞ എങ്ങനെയാ സാറേ? കുറെ പ്രഷറുണ്ടോ. വീടിന്റെ ലോണ്, അമ്മയുടെ ചികിത്സ, കുട്ടികളുടെ ഫീസ്, വീട്ടിലെ ചെലവ്. താൻ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടേ പറഞ്ഞതാ. എന്നാ പിന്നെ വല്ല കഞ്ചാവോ മയക്കുമരുന്നോ വിൽക്കേ. അതാകുമ്പോൾ നല്ല പൈസ ഉണ്ടാക്കാം. ആ ഹലോ. ഹലോ ഏട്ടാ, കുട്ടീന്റെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നായിരുന്നു. ഫീസിന്റെ ഡ്യൂസ് അടയ്ക്കണമെന്ന് പറഞ്ഞു.
ആരാ പ്രദീപിന്റെ കൂടെ ഉള്ളത്? ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നം? മീറ്റ് മീൻ മേ കാബിൻ. പ്രദീപ് ഇപ്പോൾ ഓക്കെയാണ്. അദ്ദേഹം നേരത്തെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു MRIക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും കണ്ടില്ല. ഈ പ്രദീപിന് നേരത്തെ എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ട് അറിയാമായിരുന്നു? ഇല്ല സർ, തലവേദന, മൂഡ് ഓഫ് എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെയാണെന്നാണ് വിചാരിച്ചത്. എടോ, ആക്ച്വലി പ്രദീപിന് തലച്ചോറിനുള്ളിൽ ഒരു മുഴ വളർന്നു വരുന്നുണ്ടായിരുന്നു. നമ്മുടെ തലയോട്ടിക്ക് ഉള്ളിൽ തലച്ചോറിൻ്റെ ഒരു പാടയുണ്ട്. ആ പാടയിൽ നിന്ന് വളർന്നു വരുന്ന മുഴകളെ മെനിഞ്ചിയോമ എന്ന് പറയും. അങ്ങനെ ഒരു മുഴ വളർന്നു വന്ന് ആ തലച്ചോറിൽ സമ്മർദ്ദമുണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നത്. നമുക്ക് അതൊരു ഓപ്പറേഷൻ കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഡോക്ടർ, എൻ്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണം. ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. എവറിത്തിങ് ഈസ് ഫൈൻ. സർജിക്കൽ ICUലേക്ക് ഉടനെ മാറ്റും. താങ്ക് യു ഡോക്ടർ. പ്രദീപിന്റെ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. തലച്ചോറിലെ പല രോഗങ്ങളും കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചാൽ അത് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള രോഗങ്ങളിൽ ഒന്നാണ് തലച്ചോറിലെ മുഴകൾ. തലച്ചോറിൽ ട്യൂമർ വന്നാൽ ജീവിതം തീർന്നു എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. തലവേദനകളെ എല്ലാം സ്വയം ചികിത്സിക്കാതെ എന്തുകൊണ്ട് വരുന്നു എന്ന് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ നേടാൻ ശ്രദ്ധിക്കണം. സ്വപ്നങ്ങളും ജീവിതവും നഷ്ടപ്പെട്ടു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഓരോരുത്തരുടെയുമാണ്.